ഒന്ന് വേഗം ഇറങ്ങു നീ. മഞ്ഞുവേട്ടാ, അപ്പൊ നിന്നോട് 8 മണിക്ക് റെഡി ആവാൻ പറഞ്ഞല്ലേ? അത് കുറച്ച് വൈകിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ 8 മണിക്ക് കല്യാണം കൂടി പോണ വണ്ടി പോവും. കല്യാണ ചെക്കൻ കയറാൻ വേണ്ടി നേരത്തെ പൊക്കോളൂ. പിന്നെ കൃത്യം 8 മണിക്ക് എല്ലാവരും അങ്ങോട്ട് എത്താല്ലേ? നമ്മളെന്തിനാ നോക്കണേ? നമ്മുടെ അടുത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലണം. നമ്മളെ നോക്കി നിൽക്കേണ്ട അവസ്ഥ അത് ശരിയല്ല. ഈ വണ്ടിക്കാരെല്ലാം കൃത്യസമയത്ത് എത്താല്ലേ? ആര് വന്നില്ലെങ്കിലും വണ്ടിക്കാര് കൃത്യസമയത്ത് തന്നെ വരും. അത് ചേട്ടൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തോന്നണതാ. അതെ, ഡ്രൈവർ എന്ന വാക്കിൽ തന്നെ ഉണ്ട് അവരുടെ ജോലിയോടുള്ള സമീപനം. ഡി ഡിസിപ്ലിൻ അച്ചടക്കം, ആ റെസ്പെക്ട് ബഹുമാനം, ഐ ഇന്റലിജന്റ് ബുദ്ധിശക്തി, വി വിഷൻ കാഴ്ച, ഈ എഫിഷ്യൻസി കഴിവ്, ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം, ഇതെല്ലാം ചേർന്നതാ ഒരു ഡ്രൈവർ. അതൊക്കെ വണ്ടി ഓടിക്കുമ്പോ പോരെ, ജീവിതത്തിൽ ഇതൊക്കെ പകർത്തണം. അവരവർ ചെയ്യുന്ന തൊഴിലിന്റെ സമീപനം അവനവന്റെ ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം നീ. എന്ത്? നീ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ? എന്തെങ്കിലും നിനക്ക് കൃത്യമായിട്ട് ഓഫീസിൽ പോകണം എന്നുള്ള വല്ല ചിന്ത ഉണ്ടായിട്ടുണ്ടോ? നീ എന്തെങ്കിലും ചെന്നിട്ടുണ്ടോ? ആ അലസത നിന്റെ ജീവിതത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഡ്രൈവർക്ക് കൃത്യനിഷ്ഠതയുടെ വില ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടല്ലേ ഏട്ടാ? നമ്മൾ വിചാരിച്ച സാഹചര്യങ്ങൾ അനുകൂലാക്കാം. അവള് വല്ല മനഃപൂർവ്വം ചെയ്യണതാണോടാ? ഒത്തിരി വൈകിട്ടൊന്നുമില്ല, വേഗം പോയാ പോരെ. ആ പേപ്പർ നിന്റെ അടുത്ത് തന്നപ്പോ ഞാൻ പറഞ്ഞു സൂക്ഷിച്ചെടുത്ത് വെക്കണമെന്ന്. ഞാൻ നോക്കട്ടെ ചേട്ടാ, ഇത് എവിടെ എടുത്തു വെച്ചാൽ ഞാൻ ഓർക്കണില്ല. 1 മാസം ഒന്നായില്ല, ഈ ഇന്നലെ തന്നല്ലേ? നിനക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാൻ അറിയില്ലേ? അവളത് നോക്കിയെടുക്കട്ടെ, നീ കിടന്ന് ഒച്ച എടുക്കല്ലേ. പിന്നെ ഒച്ച എടുക്കാണ്ട് കമ്പലിലെ കണക്ക് നോക്കിയ പേപ്പറാ. 3 മണിക്കൂറായാലും കിടന്ന് നോക്കണോ? എന്ത് കിട്ടാത്ത? ഇതെങ്ങനെയാണ് മോളെ? ഇത് തന്നെ നിന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാൻ തന്നല്ലേ ഞാനിത്. സാധനം കിട്ടിയില്ല മോനെ, പിന്നെ നീ എന്തിനാ അവളെങ്ങനെ വഴക്ക് പറയണേ? എന്ത് കാണിച്ചാലും ചെയ്താലും സപ്പോർട്ട് ചെയ്തോന്നേ. ചേട്ടൻ റെഡിയാവണല്ലേ? ആ റെഡിയാവാം. വല്ല ബ്ലോക്കും കിട്ടിയാലോ? പരീക്ഷയുള്ള 1/2 മണിക്കൂർ മുമ്പേ എത്തണം. കുറച്ചു നേരം മുമ്പ് അവിടെ ചെന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1 കുപ്പി വെള്ളം മതിയാ? ആ മതി. പഴം പുഴുങ്ങിയത് ഇതിനകത്തുണ്ട്, അതും കൂടി എടുത്തു വെച്ചാ. ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചാ? പിന്നെ 4 എടുത്ത് നോക്കിയതാ. എന്നാലും ഒന്നും കൂടി നോക്കിക്കാ. അവൾ ഇതൊന്നും മറക്കൂലമ്മേ. ജോലി കയറ്റം കിട്ടാൻ പരീക്ഷയ്ക്ക് കൊണ്ടത് ഇവളുടെ ആവശ്യ. കണ്ടില്ലേ അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അലമാരിൽ അവള് ഭദ്രമായിട്ട് എടുത്തു വെച്ചേക്കണത്. ഇപ്പൊ അവൾക്ക് 1/2 മണിക്കൂർ മുമ്പ് അവിടെ പോയി നിൽക്കാനും ഒരു കുഴപ്പമില്ല. 12 മണിക്ക് പോകേണ്ട ആള് 11 മണിയായപ്പോഴേക്ക് റെഡിയാ. സ്വന്തം കാര്യം, ആ വാക്കിന് നീ കൊടുക്കണം മുൻഗണന. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി മൊത്തം കളയണത്. അത് നീ ഓർത്തോ. ഇനിയിപ്പോ അവള് നേരത്തെ റെഡി ആയതും നിനക്ക് കുറ്റായ? മരുമോളെ അങ്ങോട്ട് ന്യായീകരിച്ചോ? സ്വന്തം മോനെന്ന രീതിയിൽ കൂടെ നിൽക്കണ്ട, ന്യായം അതിന്റെ പക്ഷത്ത് നിൽക്കാലോ. എന്റെ മോനെ സങ്കടപ്പെടുത്താനല്ല അമ്മ അവളുടെ കൂടെ നിക്കണേ. മോന് അമ്മയോട് എത്ര ദേഷ്യം തോന്നിയാലും അത് എത്ര നേരം നിൽക്കും. അമ്മ എന്തേലും പറഞ്ഞ അവൾക്ക് അമ്മയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നിയാ അത് മാറ്റിയെടുക്കാൻ ചിലപ്പോ ഈ ജന്മം തന്നെ തികയും.